ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ളത് ഈ മദ്യത്തിൻ്റെയോ കഞ്ചാവിൻ്റെയോ ലഹരി അല്ല, അപ്പുറത്തുള്ള വലിയൊരു വിപത്താണ്. എങ്ങനെയാണ് സന്തോഷം അതിനെ കാണുന്നത്? ഇത് അടുത്ത കാലത്ത് അത് കുട്ടികളിലേക്ക് പടരുന്നു എന്നുള്ളതാണല്ലോ നമ്മൾ ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം. കുട്ടികളിലേക്ക് എത്തുന്നു. അത് ഹൈസ്കൂള്, ഹയർ സെക്കൻഡറി. അതിനു മുമ്പ് ഈ കഞ്ചാവും മദ്യവും ഒക്കെ ബാധിച്ചിരുന്നത് ഒരു ഘട്ടം വരെ എനിക്ക് തോന്നുന്ന വയസ്സന്മാരായിരുന്നു. അതുകൊണ്ട് നമുക്കൊരാശ്വാസം ഉണ്ടായിരുന്നു, ഇത് വേറൊരു തീർന്നു പോകുന്നൊരു തലമുറയാണെന്നുള്ളത്. ഇനി വളരാനിരിക്കുന്ന ഈ നാടിൻ്റെ പ്രതീക്ഷയായ തലമുറയിലേക്ക് ഇത് ബാധിക്കുമ്പോഴാണല്ലോ ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യം, ചില രാജ്യങ്ങളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ഈ കുട്ടികൾ ഇപ്പോൾ സ്കൂളിലേക്ക് പോകുന്നത് പഠിക്കാനായിട്ടാണ്. പാഠ്യപദ്ധതി, പാഠപുസ്തകം, ഇതാണ് അതിൻ്റെ ഓറിയൻറ്റേഷൻ. ശരിക്കും പറഞ്ഞാൽ ഈ ഹൈസ്കൂള്, +2 ലെവലിലേക്ക് എത്തുന്ന കുട്ടികളെ അവർക്കിപ്പോൾ എനിക്ക് തോന്നുന്നത് അവരുടെ എക്സൈറ്റ്മെൻറ്റ്, അവരുടെ ആവേശം, ലഹരി ഒക്കെ ഉപയോഗപ്പെടുത്തുന്ന മറ്റ് ചില പ്ലാറ്റ്ഫോമുകളോട് നമ്മൾ ഉണ്ടാക്കണം. അവരെ മറ്റ് ചില പ്രവർത്തനങ്ങളിലൂടെ ഇൻവോൾവ് ആക്കണം. അവർക്ക് ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും സമയം കിട്ടാത്ത രീതിയിലേക്ക് അവരെ എൻഗേജ്ഡ് ആക്കണം. അവർക്ക് ഏറ്റവും ആസ്വദിക്കാൻ കഴിയുന്ന, അവർ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കുറേയേറെ ആക്ടിവിറ്റീസിലേക്ക് ഇതിനെ മാറ്റണം. അപ്പോൾ നമ്മുടെ പാഠ്യപദ്ധതിയെ ഈ പഠിക്കാനുള്ള അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന കാര്യങ്ങളിൽ നിന്നും മാറ്റി മറ്റ് ചില മേഖലകളിലൂടെ തിരിക്കണം. ഇപ്പോൾ ഞാനൊരിക്കലും ബാലിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഞാൻ കണ്ടൊരു കാഴ്ചയുണ്ട്. അവിടെ ഉബൂദ് എന്ന് പറഞ്ഞൊരു ചരിത്ര നഗരമുണ്ട്. അവിടെ ഒരു രാജ ആസ്ഥാനമായിരുന്ന ഒരു ചെറിയ നഗരമാണ്. അവിടെ സഞ്ചരിക്കുമ്പോൾ അവിടെ ഉൾനാട്ടിലെ ചില ഇടവഴികളിലൂടെയൊക്കെ ഞാനിങ്ങനെ ക്യാമറയായിട്ട് നടക്കും, ചില ക്ഷേത്രങ്ങളിലേക്ക് പോകും. ഇങ്ങനെ വരുമ്പോൾ ഒരു ക്ഷേത്രത്തിലേക്കുള്ള, ഒരു പുരാതന ക്ഷേത്രമാണ്, അതിലേക്കുള്ള വഴികൾ കുറേ പെൺകുട്ടികൾ ചേർന്ന് അടിച്ച് വൃത്തിയാക്കുകയാണ്. യൂണിഫോം ഇട്ട പെൺകുട്ടികളാണ്. അപ്പോൾ ഇതെനിക്കൊരു കൗതുകമായിട്ട് തോന്നി. ഇത്തിരി കഴിഞ്ഞ് ഞാൻ വേറൊരു സ്ട്രീറ്റിലൂടെ നടക്കുമ്പോൾ ഒരു രക്ഷിതാവ് കുട്ടികളെ കൊണ്ടുവന്ന് സ്കൂട്ടറിൽ കൊണ്ടുവന്ന് സ്കൂളിന് മുമ്പിൽ ഇറക്കി വിടുകയാണ്. ഈ ഇറങ്ങി വരുന്ന കുട്ടികളുടെ കയ്യിൽ സ്കൂൾ ബാഗുണ്ട്, വേറെന്തോ ഒരു സഞ്ചിയുണ്ട്, ഒരു ചൂലുമുണ്ട്. അപ്പോൾ ഈ സ്കൂളിലേക്ക് വരുന്ന കുട്ടികളുടെ ഒരു ദിവസത്തെ പാഠ്യപദ്ധതിയുടെ ഭാഗമായിട്ട് ഒരു പീരീഡ് ജോലി ഈ സ്കൂളിൻ്റെ പരിസരവും അവിടുത്തെ പൊതുസ്ഥലവും വൃത്തിയാക്കിയിട്ടില്ല, ക്ലീൻ ചെയ്യല, ഓരോ ക്ലാസ്സുകാർക്കും വീതം വെച്ച് കൊടുത്തിരിക്കുക. അതുപോലെ തന്നെ പ്രകൃതി സംരക്ഷണം. ഇവൻ 1-ാം ക്ലാസ്സിൽ ചേരുമ്പോൾ ഒരു മരം നട്ടാൽ ഇവൻ 10-ാം ക്ലാസ്സിൽ പോകുമ്പോൾ അല്ലെങ്കിൽ 12-ാം ക്ലാസ് കഴിയുമ്പോഴേക്കും ആ മരത്തിനൊരു നിശ്ചിത വളർച്ചയുണ്ടായാൽ അവനൊരു മാർക്ക് കിട്ടുന്നൊരു സിസ്റ്റം ഉണ്ടാകുന്നു. ഇതുപോലെ നമ്മുടെ നാടിന് ഈ ലഹരി മുക്ത പ്രവർത്തനം അല്ലെങ്കിൽ ലഹരിയിൽ നിന്ന് കുട്ടികളെ മാറ്റുന്നൊരു പ്രവർത്തനത്തോടൊപ്പം ഇത് നാടിന് പ്രയോജനമുള്ളൊരു ക്യാമ്പയിനും ഒരു ക്രിയേറ്റീവായ നാടിനെ ആകെ മാറ്റിമറിക്കുന്ന ഒരാശയം കൂടി ആക്കി മാറ്റാൻ കഴിഞ്ഞാൽ നമുക്ക് 2 ഗുണം ഉണ്ടാകും. കേരളം ഒന്നാകെ അങ്ങ് മാറും. നമ്മുടെ പൊതുസ്ഥലങ്ങളെ സൗന്ദര്യവൽക്കരിക്കുകയും ഒരു സ്കൂളുകാർ ആ സ്കൂളിൻ്റെ തെക്കോട്ടും വടക്കോട്ടുമുള്ള അല്ലെങ്കിൽ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടുമുള്ള ഓരോ കിലോമീറ്റർ റോഡ് സൈഡിനെ കേരളത്തിലെ ഏറ്റവും ബ്യൂട്ടിഫുള്ളായ ലോക നിലവാരമുള്ള റോഡ് സൈഡാക്കി മാറ്റുന്ന ഒരു പ്രതിജ്ഞ എടുക്കുകയും അവർക്ക് ചില പീരീഡുകൾ, വൈകുന്നേരങ്ങൾ ഇതിനുള്ള സമയം കൊടുക്കുകയും അതുപോലെ മറ്റ് സാമൂഹ്യ പ്രവർത്തനങ്ങൾ, മറ്റ് ചില ആക്ടിവിറ്റികൾ, സ്വിമ്മിങ് പോലുള്ള ചില പ്രവർത്തനങ്ങൾ, ഇങ്ങനെ ഈ കുട്ടികളുടെ ശ്രദ്ധയെ ഈ പഠനം അല്ലെങ്കിൽ ഈ പഠനത്തിൽ വലിയ താല്പര്യമില്ലാത്തവരുമാണ് പലപ്പോഴും ഈ മറ്റ് പണി അന്വേഷിച്ച് നോക്കുന്നത്. അവർക്ക് എൻഗേജ്ഡ് ആകാൻ കഴിയുന്ന, അല്ലെങ്കിൽ കാണാതെ പഠിക്കാനുള്ള മിടുക്കില്ലാത്തവന് അവൻ്റെ വൈദഗ്ധ്യവും സ്കില്ലും പ്രയോജനപ്പെടുത്താവുന്ന നിരവധി ഇത്തരം ആക്ടിവിറ്റീസിലൂടെ ഒരു പൗരബോധമുള്ളൊരു സമൂഹത്തെ സൃഷ്ടിക്കാനും പറ്റും. ഈ ലഹരിയിലേക്കുള്ള തിരിച്ചുപോക്ക് ഒഴിവാക്കാനും പറ്റും. അപ്പോൾ ഇങ്ങനെ ജപ്പാനിൽ പോയപ്പോൾ എന്താ കണ്ടത്? ജപ്പാനിൽ ശരിക്കും ഞാൻ ഒരു 4 ദിവസം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത്തരം ഡീറ്റെയിൽസിലേക്ക് കൂടുതൽ പോകാൻ പറ്റിയില്ല. അതിൻ്റെ കാര്യം ഞാൻ പറയാം. ജപ്പാനിൽ ജോലി ചെയ്യുന്ന ഒരാൾ എൻ്റെ വൈഫിനെ കാണാൻ വേണ്ടി വന്നിരുന്നു. അവർ പഴയ ടീച്ചറായിരുന്നല്ലോ, ആ ടീച്ചറുടെ ശിഷ്യനാണ് ഇയാൾ. അപ്പോൾ അയാളുടെ കുട്ടികൾ അവിടെയാണ് പഠിക്കുന്നത്. പ്രാഥമിക ക്ലാസ്സുകളിൽ വലിയ പഠനമില്ല. എന്തൊക്കെയാണ് കുട്ടി വളർന്നു വരുമ്പോൾ ചെയ്യേണ്ടത് എന്ന കാര്യങ്ങളാണ് പോലും പഠിപ്പിക്കുന്നത്. മറ്റ് പാഠപുസ്തകം പ്രധാനമല്ല. അതിനോടൊപ്പം ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചെയ്യുക. അവിടെ റൂം ക്ലീൻ ചെയ്യാനൊന്നും വേറെ ആളില്ല, ഈ കുട്ടികൾ തന്നെയാണ് ക്ലീൻ ചെയ്യുന്നത്. ക്ലോസറ്റും ക്ലീൻ ചെയ്യുന്നത് ഈ കുട്ടികൾ തന്നെയാണ്. അതിൻ്റെ ഭാഗമാണല്ലോ പണ്ട് ഒരു വാർത്ത നമ്മൾ കണ്ടപ്പോൾ ആശ്ചര്യപ്പെട്ടല്ലോ, ഒരു മൈതാനിയിൽ കളി നടന്നിട്ട് അവർ ടീം മുഴുവനായിട്ട് വൃത്തിയാക്കി, ജപ്പാൻ ടീം വൃത്തിയാക്കി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനൊരു കൾച്ചർ അവർ വളർത്തിയെടുക്കുകയാണ്. ഇത് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയുമായി ഞാൻ ചർച്ച ചെയ്തിട്ടുണ്ട്. അതിൻ്റെ നമ്മുടെ നാട്ടിൽ ഒറ്റയടിക്ക് നടപ്പാക്കൽ പ്രയാസമാവും. കാരണം ആളുകളെല്ലാം, ഈ കുട്ടികളെക്കാളും വലിയ പ്രശ്നം നമ്മുടെ രക്ഷിതാക്കൾക്കുള്ള മാനസിക നിലയാണല്ലോ. കുട്ടി പഠനം തുടങ്ങുന്നതിന് മുൻപ് തന്നെ കുട്ടി ആരാകണം തീരുമാനിക്കില്ലേ രക്ഷിതാക്കൾ. അതിൻ്റെതായ സമ്മർദ്ദമാണല്ലോ ചെലുത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എത്രത്തോളം നടപടികൾ എടുക്കാൻ പറ്റും അത് ആലോചിക്കണമെന്ന് വിദ്യാഭ്യാസ മന്ത്രിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അവർ ആലോചിക്കുന്നുണ്ട്.